ബംഗളൂരുവിലെ യലഹങ്കയിലെ കുടിയൊഴിപ്പിക്കൽ പ്രതിസന്ധി ചർച്ച ചെയ്യാനായി ഇന്നിപ്പോൾ കർണാടക സർക്കാരിന്റെ ഒരു യോഗമുണ്ട്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ അധ്യക്ഷതയിൽ വൈകിട്ടാണ് യോഗം ചേരുന്നത്. CPM ഈ വിഷയം രാഷ്ട്രീയമായി ഏറ്റെടുത്തതോടുകൂടി കുടിയൊഴിപ്പിക്കൽ ദേശീയ തലത്തിൽ തന്നെ വലിയ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. കുടിയൊഴിപ്പിച്ച 3000-ഓളം പേരെ താൽക്കാലികമായി പുനരധിവസിപ്പിക്കാനുള്ള തീരുമാനം സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്യും. ഡിസംബർ 20-നാണ് യലഹങ്കയിലെ കോഗിലു ക്രോസിൽ നിന്ന് 300-ഓളം വീടുകൾ JCBകൾ ഉപയോഗിച്ച് കർണാടക സർക്കാർ തകർത്ത് കളയുന്നത് അനധികൃത കുടിയേറ്റക്കാർ എന്ന് ആരോപിച്ചായിരുന്നു ഈ നടപടി ഉണ്ടായത്. ഇതിന് പിന്നാലെ ഇത് ഒരു കുടിയൊഴിപ്പിക്കൽ നടപടി മാത്രമാണെന്ന് പ്രഖ്യാപിച്ച് കൈകഴുകിയിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടി ഇപ്പോൾ കർണാടക സർക്കാർ നേരിട്ടിരിക്കുന്നത്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുപോലെ തന്നെ CPM എല്ലാം ഇത് ഏറ്റെടുത്തതോടുകൂടി ദേശീയ തലത്തിൽ മുഖം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ കുടിയിറക്കിയവരെ വീണ്ടും പുനരധിവസിപ്പിക്കാനുള്ള ഒരു നീക്കം ഇപ്പോൾ കർണാടക സർക്കാർ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ ദേശീയ തലത്തിൽ ഇതുണ്ടാക്കുന്ന ഒരു പ്രത്യാഘാതം ഇപ്പോൾ കോൺഗ്രസ് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് ഈ നടപടികളെല്ലാം ഇപ്പോൾ കർണാടക സർക്കാർ എടുത്തിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഒരു യോഗം വിളിച്ചിട്ടുള്ളത്. വൈകിട്ടാണ് യോഗം. ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, അതുപോലെ തന്നെ നഗരവികസന മന്ത്രി, ഭവന നിർമ്മാണ മന്ത്രി സമീർ അഹമ്മദ് ഖാൻ തുടങ്ങിയവർ ഈ യോഗത്തിൽ പങ്കെടുക്കും. ഈ യോഗത്തിൽ എന്തായാലും ഈ കുടിയിറക്കിയ 3000-ഓളം പേരെ 200-ഓളം വീടുകളാണ് തകർത്ത് കളഞ്ഞത്. 3000-ഓളം പേരെ പുനരധിവസിപ്പിക്കാനുള്ള പ്രഖ്യാപനം ഇന്ന് വൈകിട്ട് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബൈപ്പനഹള്ളിയിലെ രാജീവ് ഗാന്ധി പദ്ധതി പ്രകാരം നിർമ്മിച്ച ആ ഫ്ളാറ്റുകൾ ഇവർക്ക് കൈമാറും എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമായിട്ടുള്ളത്. എന്നാൽ ഈ കുടിയിറക്കിയ മുഴുവൻ പേരെയും പുനരധിവസിപ്പിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരുന്നില്ല. സർക്കാർ 200-ഓളം പേരെ രേഖകളുള്ള ആധാർ ഉൾപ്പെടെയുള്ള രേഖകളുള്ളവരെ മാത്രമേ പുനരധിവസിപ്പിക്കൂ എന്നാണ് സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ ഈ നിരവധി പേർ തങ്ങളുടെ രേഖകൾ ഉൾപ്പെടെ നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു വിലാപം ഇതിനുശേഷം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അവർ ഇക്കാര്യം നമ്മളോട് ഉൾപ്പെടെ പറയുകയും ചെയ്തതാണ്. സ്വാഭാവികമായും അവരുടെ എല്ലാം ഭാവി എന്താകും എന്നുള്ള കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുകയാണ്. കടുത്ത തണുപ്പാണ് ഇപ്പോൾ ബംഗളൂരുവിൽ. ഈ തണുപ്പത്താണ് ഈ 3000-ഓളം പേർ ഇപ്പോൾ അവിടെ നിന്നും കുടിയിറക്കപ്പെട്ട 3000-ഓളം പേർ അവിടെ ടെന്റ് വലിച്ചു കെട്ടിയും മറ്റും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഒരു പിണറായി വിജയൻ ഇമ്പാക്ട് അല്ലെങ്കിൽ CPM ഇമ്പാക്ട് എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. ഇന്നലെ ഇപ്പോൾ KT ജലീൽ MLA ഇവിടെ സന്ദർശനം നടത്തിയിരുന്നു. അതിനു മുമ്പ് AR റഹീം എത്തിയിരുന്നു. അങ്ങനെ CPM ഈ വിഷയം രാഷ്ട്രീയമായി ഏറ്റെടുത്തത് വലിയ തിരിച്ചടിയായിരിക്കുകയാണ് കോൺഗ്രസിന്. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ആരെന്ത് പറഞ്ഞാലും ശരി, ഏത് രീതിയിൽ ന്യായീകരിച്ചാലും ശരി, ന്യായീകരിക്കാൻ പറ്റിയതല്ല കർണാടകയിൽ നടക്കുന്നത്. ബുൾഡോസർ രാജ് ആദ്യം നടപ്പാക്കിയത് UP-യിലാണ്. ആരാണ് നടപ്പാക്കിയത്? യോഗി ആദിത്യനാഥ്. അവിടെ മാത്രമല്ല, അവിടെ നടപ്പാക്കി, ഹരിയാനയിൽ നടപ്പാക്കി, രാജസ്ഥാനിൽ നടപ്പാക്കി, ഡൽഹിയിൽ നടപ്പാക്കി. അതെല്ലാം BJP ഗവൺമെന്റാണ് നടപ്പാക്കിയത്. കർണാടകയിൽ യാതൊരു കാരണവശാലും അങ്ങനെ ഒരു സംഭവം നടക്കാൻ പാടില്ലാത്തതാണ്. ഇനി ഏതെല്ലാം രീതിയിൽ ആരെല്ലാം ന്യായീകരിച്ചാലും അതിന് യാതൊരു വിധത്തിലുള്ള ന്യായീകരണവും പറയാൻ ഒക്കില്ല, ഒരിക്കലും ഒക്കില്ല. നമുക്ക് ന്യായീകരിക്കാം, എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് അവർ കൊടുക്കില്ല. അല്ല, നമ്മൾ മനസ്സിലാക്കാനുള്ളത്, കേരളത്തില് ആന്റണി പണ്ട് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ചെങ്കൽച്ചൂള കോളനി എന്ന് പറയുന്ന കോളനി ഉണ്ട്. തിരുവനന്തപുരം സിറ്റിക്കകത്ത് തന്നെയാണ്, തലസ്ഥാന നഗരിയിൽ സിറ്റിക്കകത്ത്. അതായത് ബാംഗ്ലൂർ എന്ന് ഉള്ള ഇതേപോലെ തന്നെ, ഇത് ഇത്രയല്ല, ബാംഗ്ലൂർ സിറ്റി ഒരല്പം വിട്ടാണ്, സർക്കാർ ഭൂമി തന്നെയാണ്. അതായത് പണ്ട് കാലത്ത് എന്താണ്, യാതൊരു ഗതിയും ഇല്ലാത്തവരാണ് സർക്കാർ ഭൂമിയിൽ കയറി കുടിൽ കെട്ടുന്നത്. കുടിൽ കെട്ടുന്ന പറഞ്ഞാൽ 2-3 സെന്റ് അല്ലെങ്കിൽ 1 സെന്റ് അതിനകത്ത് ഓലപ്പുര പോലെ ഉണ്ടാക്കി അങ്ങനെ കഴിയും, ജനങ്ങൾ അങ്ങനെ കഴിയുന്നത് പണ്ട് കാലത്ത്. അത് എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ പിന്നെ ബൊംബെയിലെ ചേരിയായിരുന്നാലും അങ്ങനെ തന്നെ. അതിപ്പോ അദാനിക്ക് അവർ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും ഈ സ്വാധീനമുള്ളവര് ചേരികൾ കൈക്കലാക്കാൻ നടക്കുന്നുണ്ട്. അത് ഗവൺമെന്റ് ഭൂമിയാവട്ടെ, ഇനി അല്ലാത്ത ഭൂമിയാവട്ടെ. ഇപ്പൊ വഖഫ് സ്വത്തിന്റെ പിന്നെ മുനമ്പത്ത് നടന്നില്ലേ, എന്തെല്ലാം പ്രശ്നം, ആരെങ്കിലും ഇടിച്ചു നിരത്താൻ പോയാ നടന്നത്, ആരെല്ലാം സപ്പോർട്ടിനുണ്ടായിരുന്നു അവിടെ? മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്ത്, പിന്നെ ക്രിസ്ത്യാനികളാണ് അവിടെ കൂടുതലുണ്ടായിരുന്നത്. അവര് പിന്നെ ഹിന്ദു, അതായത് RSS BJP-ക്കാരാണ് അതിന് ഏറ്റെടുത്തത് തന്നെ. പിന്നെ കേരളത്തിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആരും വിട്ടുനിന്നില്ല, എല്ലാവരും മുനമ്പത്ത താമസക്കാരുടെ കൂടെയായിരുന്നു. അപ്പോ ഇവിടെ എന്തുകൊണ്ടില്ലാത്ത കർണാടകയില് വെളുപ്പിലെ 4 മണിക്ക് വന്ന് 7 മണി വരെ ബുൾഡോസർ ഇടിച്ചു നിരത്തുകയാണ് ചെയ്തത്. അതിനെ ന്യായീകരിക്കുക. അവിടെ പിന്നെ 70% മുസ്ലിങ്ങളും 30% ബാക്കിയുള്ള സമുദായക്കാരുമാണ്. അപ്പോൾ എല്ലാ മുസ്ലിങ്ങളെന്നുള്ളതല്ല. ഇവിടെ നിന്ന് ഇപ്പൊ മുതലെടുപ്പിന് വേണ്ടിയാണ് പറയുന്നത്, വേണമെങ്കിൽ ഒരു കണക്കിന് മുതലെടുപ്പിന് തന്നെ.
കേരളത്തിൽ നിന്ന് 2 CPM നേതാക്കളെ വിട്ടു. ആരെയൊക്കെയാണ്? ഒന്ന് റഹീം, ഒന്ന് ആട് ജലീൽ. അവർ പോയി അവരുമായിട്ട് ഒന്ന് ഫോട്ടോ എടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കലക്കി അവരവരുടെ പാട്ടിൽ പോയി. അവരൊന്നും പരിഹാരം ഉണ്ടാക്കാൻ ആരും ഉണ്ടാവില്ല. വേണോ ഈ പരിഹാരം ഉണ്ടാക്കാം? അതായത് ഇന്ത്യ മുന്നണിയിലുള്ളതാണ് CPM ആണ് കേരളം ഭരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ നമ്മളവിടെ ഇടപെടേണ്ട കാര്യമില്ലല്ലോ. മറ്റൊരു സംസ്ഥാനമല്ലേ. ഇപ്പൊ കേരളത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായ കർണാടകയോ തമിഴ്നാടോ വന്ന് ഇടപെടില്ല. പക്ഷെ ഇന്ത്യ മുന്നണി എന്നുള്ള നിലയിൽ അപ്പോൾ ഇവിടെ ഇടപെടുന്നു പറയുന്നത്, കേരളത്തിൽ ഇടപെടുന്നു എന്ന് പറയുന്നത് അടുത്ത ഇലക്ഷൻ വരുന്ന സമയത്ത് ന്യൂനപക്ഷങ്ങളെ, അതായത് മുസ്ലിങ്ങളെ വോട്ട് കിട്ടാൻ വേണ്ടിയാണ് പിണറായി ചെയ്തത്. അതേസമയം ഒരു CPM-ന്റെ ഹിന്ദു നേതാവ് എന്തുകൊണ്ട് അവിടെ പോയില്ല? മുനമ്പത്ത് ആരെല്ലാം പോയി, എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അപ്പൊ എന്തുകൊണ്ടാണ് ഒരു ഹിന്ദു നേതാവിനെ വിടാത്തത്? ഒരു CPM-ന്റെ നേതാവ്, ഹിന്ദു നേതാവ് എന്തുകൊണ്ട് പോയില്ല? ഈ ആട് ജലീലിനെ, റഹീമിനെ മാത്രം പറഞ്ഞു വിട്ടത്. അപ്പോൾ അവിടെ മുസ്ലിങ്ങളാണെന്ന് വരുത്തി തീർക്കുകയാണ്. മുസ്ലിങ്ങൾ മാത്രമല്ല, 70% ഉണ്ടായിരുന്നു. അതുപോലെ 30 വർഷം 35 വർഷമായിട്ട് അവർ താമസിക്കുന്നു എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. 6-7 വർഷത്തിനകത്താണ് അവിടെ ആളുകൾ താമസമായി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ആരെങ്കിലും എന്തെങ്കിലും ഭൂമി കയ്യേറുന്നു എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ താഴേക്കടയിലുള്ളവരാണ്, നിവൃത്തി കെട്ടവരാണ്. അല്ലാത്തവര് വല്ല നിവൃത്തിയുള്ളവർ പോയി ഉള്ളി കെട്ടാനോ അല്ലെങ്കിൽ ഷെഡ് കെട്ടാനോ താമസിക്കാനോ നിൽക്കില്ല. ആളുകൾ പറയും ഇപ്പൊ അവർ വലിയ കോടീശ്വരന്മാരാണ്, അവർ മനഃപൂർവ്വമായിട്ട് ആ സ്ഥലം പിടിച്ചെടുക്കാൻ അല്ല. സ്ഥലം ഓരോരുത്തന്മാർ ഇങ്ങനെ അവരാണെന്ന് പറഞ്ഞ് അവര് കുറേശ്ശെ കാശ് കൈയടക്കി വെച്ചിരുന്ന ഒരു വ്യക്തി ഓരോരുത്തർക്കും വിട്ടുകൊടുത്തു സ്ഥലം. നിങ്ങൾ വെച്ചോ എന്ന് പറഞ്ഞു. കാര്യം അയാളുടെ നഷ്ടമല്ല, ഡോക്യുമെന്റ്സ് സ്വന്തം പേരിലില്ലല്ലോ, ഗവൺമെന്റ് ഭൂമിയാണ്, സമ്മതിച്ചു. പക്ഷേ ഒരു കോൺഗ്രസ് ഗവൺമെന്റ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് കർണാടകയിൽ ചെയ്തത്. ആരെല്ലാം ഇനി അതിന് വെള്ളപൂശിയാലും ശരി, അതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. അത് ചെയ്യേണ്ടത് ഇനിയെങ്കിലും ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇപ്പൊ ഗവൺമെന്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ്. അതായത് 1-ാം തീയതി മുതൽ, നാളെ മുതൽ അവർക്ക് ഫ്ളാറ്റുകൾ അനുവദിക്കും. 167 കുടുംബങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ 167 300-400 അല്ല കുടുംബങ്ങളില്ല. അതുപോലെ 36-35 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ താമസവും ഇല്ല ആരും. അപ്പൊ ഇപ്പൊ ഈ 6-7 വർഷത്തിനിടയിൽ താമസമായി. എന്തായാലും ശരി, ഗവൺമെന്റ് കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അത് കൊടുത്ത് കാണിക്കണം. 10 പൈസ അവരിൽ നിന്ന് മുതലാക്കാതെ അത് കൊടുക്കണം. ഒരു ഗവൺമെന്റ്, അതായത് കോൺഗ്രസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, നമ്മൾ മനസ്സിലാക്കാനുള്ളത്, കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്താണ് ബാബരി മസ്ജിദ് പൊളിച്ചത്. നമ്മളത് മനസ്സിലാക്കണം. ആ കോൺഗ്രസ് ഗവൺമെന്റ് അതായത് നരസിംഹറാവു എന്ന തെമ്മാടി, ഞാൻ അങ്ങനെ പറയുള്ളൂ, എന്ന തെമ്മാടി ഏഭ്യൻ, അതായത് യാതൊരു കഴിവുമില്ലാത്തവനാണ്. അവൻ പഴയ RSSകാരനാണ്. അപ്പൊ അവൻ മനഃപൂർവ്വമായിട്ട് ചെന്ന് ചെയ്തതാണ്. അവന്റെ ഇനിയിപ്പോ അവിടെ അന്ന് ഭരിച്ചിരുന്ന കല്യാൺ സിംഗ് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് അവൻ ഉറപ്പ് കൊടുത്തു എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പട്ടാളത്തിനെ അവിടെ ഇറക്കി നിർത്താമായിരുന്നല്ലോ. ഒരു കൂട്ടം ജനങ്ങൾ വരുന്നു ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും. എന്തുകൊണ്ട് അവരെ വഴിയിൽ തടഞ്ഞില്ല? വേണമെങ്കിൽ അവിടെ തന്നെ പട്ടാളത്തിൽ നടത്താം. എത്ര പേര് വെടിയിച്ചു എന്നാലും എന്ത് കുഴപ്പമില്ലല്ലോ. ഒരു പള്ളി, അതായത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു സമുദായം ഉപയോഗിച്ചിരുന്ന പള്ളി പൊളിക്കാൻ വന്നവരാ മിലിറ്ററി, അതായത് പട്ടാള പ്രൊട്ടക്ഷനിൽ വീടുകളിൽ കൊണ്ടുവന്ന് തിരിച്ച് ആക്കിയില്ലേ പൊളിച്ചതിന് ശേഷം. അപ്പൊ അത് ആ തെമ്മാടത്തരത്തോടു കൂടിയാണ് കോൺഗ്രസ് ഇന്ത്യയിൽ തകർന്നത്. അത് തിരിച്ചു വരാൻ എത്ര വർഷം എടുത്തു? ഇപ്പോഴും അതിന്റെ അലയൊലികളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് ലോകാവസാനം വരെ കോൺഗ്രസ് ഗവൺമെന്റ് തന്നെയാണ് ബാബരി മസ്ജിദ് പൊളിക്കാൻ കാരണക്കാരെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുപോലെയാണ് ഇപ്പൊ കർണാടകയിൽ നടന്നത്. അതിനെ ഇനി ആരെന്തെല്ലാം ന്യായീകരിച്ചാലും ശരി, യഥാർത്ഥ മതേതരവാദി, അതായത് സത്യസന്ധമായി സംഭവങ്ങളെ വിലയിരുത്തുന്ന ഒരു വ്യക്തി യാതൊരു കാരണവശാലും ഇതിനെ അനുകൂലിക്കില്ല. എന്ത് ന്യായമായിരുന്നാലും ശരി, ഏതെല്ലാം തരത്തിൽ ന്യായമുണ്ടാക്കിയാലും ശരി, അത് ന്യായക്കേട് തന്നെയാണ് കാണിച്ചത്. വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് എത്രയാ ഒരു വീടാവുമ്പോഴത്തേക്ക്, കുടിലായിരുന്നാലും അവിടെ മനുഷ്യരാണ് താമസിക്കുന്നത്. ഭാര്യയും ഭർത്താവും അമ്മയും അച്ഛനും മക്കളും ഒക്കെ വസിക്കുന്ന ഒരു നമ്മൾ കാണുന്നില്ലേ? നമ്മൾ സമൂഹത്തിൽ, നമ്മൾ റോഡില് നമ്മൾ ഇറങ്ങി നോക്കുമ്പോഴേ നമുക്കറിയാനൊക്കെയുള്ളൂ പാവപ്പെട്ടവരെങ്ങനെ ജീവിക്കുന്നു. എൻ്റെ കുട്ടിയിലെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പുറമ്പോക്കി താമസിക്കുന്നു പറയും. അവർ കൊണ്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മണ്ണും ഓലയും കൊണ്ട് കെട്ടി ഉണ്ടാക്കി കൊടുക്കും. ആ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളും സംസാരങ്ങളും ഒക്കെ പുറത്ത് ജനങ്ങൾ കേൾക്കും. അവർക്ക് അതിൽ സമൂഹത്തിന്റെ താഴേക്കിടയിലുള്ളവർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പോൾ സത്യമായി നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു പറയുന്നത്, അങ്ങനെ
സംഭവിച്ചിട്ടുണ്ട് കേരളത്തിൽ. ഇപ്പൊ വളരെ കുറവാണ് അങ്ങനെ പുറംപോക്കിൽ വീട് കൂടുതലുണ്ടായി താമസിക്കും. കാരണം എല്ലാ പഞ്ചായത്തുകൾക്കും തന്നെ അതിനുള്ള അധികാരമുണ്ട്. ആ പഞ്ചായത്തിൽ ആരാണ് അങ്ങനെ ഭവനമില്ലാത്തത് അവർക്ക് പിന്നെ 3 സെന്റ് അവരുടെ സ്വന്തമില്ലെങ്കിൽ തന്നെ ഏതെങ്കിലും വ്യക്തികളോ അല്ലെങ്കിൽ സംഘടനകളോ തന്നെ വാഗ്ദാനം ചെയ്ത് 3 സെന്റ് കൊടുത്ത് അവർക്ക് വീടുകൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അവർ സുഖമായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ കേരളത്തിലെ പ്രശ്നം അങ്ങനെയാണ്. അപ്പൊ കർണാടകയിൽ എന്ന് പറഞ്ഞാൽ ബാക്കി കർണാടക മാത്രമല്ല, കേരളം വിട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഭവനരഹിതരായ പാവക്കെട്ടുകൾ ആവശ്യം പോലെ ഉണ്ട്. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്തവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന, കോളേജിൽ പഠിക്കുന്ന ഏതെല്ലാം കാണും, അതെല്ലാം അവർ തകർത്തില്ലേ ബുൾഡോസറോട്. ഒരു സാധനം എടുക്കാൻ അനുവദിച്ചിട്ടില്ല. വേണമെങ്കിൽ അവർക്ക് നേതൃത്വം കൊടുക്കാൻ ആളുണ്ടായിരുന്നെങ്കിൽ അവർക്ക് നെഞ്ച് വിരിച്ച് നിൽക്കാമായിരുന്നു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും. എന്റെ നെഞ്ചിൽ കൂടെ വെടിവെച്ചോ, എന്റെ നെഞ്ചിൽ കൂടെ നിങ്ങൾ ബുൾഡോസർ കയറ്റി ഇറക്കിക്കോ എന്ന് പറയാൻ അവർക്ക് കഴിഞ്ഞില്ല. കേരളത്തിലായിരുന്നു അത് പറയുമായിരുന്നു. രാഷ്ട്രീയക്കാർ ഇറങ്ങി നിൽക്കുകയും ചെയ്യാൻ, അതായത് ഭരണപക്ഷം പിന്നെ ഒരു വശത്തും പ്രതിപക്ഷം വേറൊരു വശത്തും ആക്കിയിട്ടുണ്ട്. പക്ഷെ അവിടെ എന്ന് പറയുന്നത് പ്രതിപക്ഷം എന്ന് പറയുന്നത് BJP ആണ്. പ്രതിപക്ഷം BJP ആണ്. അവിടെ മുസ്ലിങ്ങളെയാണ് ഇപ്പൊ ടാർഗറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും മുസ്ലിങ്ങളുടെ 300 ഭവനങ്ങൾ പൊളിച്ചു കളഞ്ഞു, ബുൾഡോസർ വെച്ച് ഇടിച്ചു തന്നു. അത് UP മോഡലാണ് എന്ന് പറഞ്ഞാണ് ഇപ്പോഴത്തെ പ്രചാരണം. അപ്പോൾ സത്യമായി തന്നെ നിലനിൽക്കുക. ഇടിച്ചത് ബുൾഡോസർ രാജ് നടപ്പാക്കാനേ പാടില്ലാത്തതായിരുന്നു. എന്തായാലും സംഭവം നടന്നു. ഇനി ചെയ്യേണ്ട പരിഹാരം, അതായത് KC വേണുഗോപാൽ അന്തസ്സുള്ള വ്യക്തിയാണ്. വേണുഗോപാലിനെ എനിക്ക് വ്യക്തിപരമായി അറിയാം. ഞാൻ പണ്ട് തിരുവനന്തപുരത്ത് താമസിച്ചിരുന്ന കാലത്ത് ഞങ്ങൾ തമ്മിൽ കുറച്ച് പരിചയമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം എൻ്റെ ഒരു സ്നേഹിതൻ, എൻ്റെ കൂടെ പഠിച്ച ഹിദർ മുഹമ്മദും ഒക്കെ അവർ ഒന്നിച്ചാണ് താമസിച്ചിരുന്നത്. അപ്പോൾ KC വേണുഗോപാലിന്റെ ഭാര്യ അന്ന് അവിടെ പിന്നെ പട്ടത്ത് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴത്തേക്ക് ഞാനാണ് KC വേണുഗോപാലിനെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ടുള്ളത്, വണ്ടിയിൽ കൊണ്ടുപോയി വിട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള പരിചയമൊക്കെ ഉണ്ട്.